ഹലോ. നമ്മൾ PSC പഠിക്കാൻ വേണ്ടി പുസ്തകം തുറന്ന് വെക്കുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് എന്ത് വരിക, ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ നമ്മൾ എന്ത് കരുതും, ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ട് ഫോൺ എടുക്കും. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇൻസ്റ്റഗ്രാമായി, യൂട്യൂബായി, റീൽസുകൾ പലതായി, FB പോയി, അങ്ങനെ 1, 2, 3 മണിക്കൂറുകളിങ്ങനെ പോണത് നമ്മൾ പോലും അറിയില്ല. അത്രയും ടൈം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ പഠന സമയം ഫോൺ കണ്ടിട്ട് ഇങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു 5 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയണത്. ഇപ്പോൾ 1-2 മണിക്കൂറൊന്നും ഈ റീൽസ് കണ്ട് കളയാതെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോവാതെ നമുക്ക് എങ്ങനെ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യാം, ഫോണിനെ എങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം, അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് എങ്ങനെ, എന്തെല്ലാം മാർഗങ്ങളിലൂടെ നമുക്ക് ഫോണിനെ മാറ്റി വെച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയണത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. ഇതിൽ ഞാൻ 5 ടിപ്സാണ് പറയണത്. അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയണത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് ഇടുക. ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ ഓർ ഡു നോട്ട് ഡിസ്റ്റർബ് ഇതിലാക്കി വെക്കാം. അപ്പോൾ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഫോണിലുള്ള എന്ത് ചെയ്യണം, ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലെങ്കിൽ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക. അപ്പോൾ ഫോൺ എടുക്കാൻ തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഒരു വില്ലനാണ് ഏതെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് വരുമ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇവയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മളെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബിൽ ഇട്ട് വെച്ചാലും മതി. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേൾക്കില്ല. അത് കേട്ടിട്ട് നമ്മളെടുത്ത് അങ്ങനെ നമ്മുടെ ഒരുപാട് ടൈമൊന്നും നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടേൺ ഓഫ് നോട്ടിഫിക്കേഷനിലിടുക, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് ആക്കിയിട്ട് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് മൈൻഡ് ആണ്. അതായത് ഫോൺ നമ്മുടെ അടുത്തിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം അല്ലേ, അല്ലെങ്കിൽ അത് എന്താ കുറച്ച് സമയം ഒന്ന് നോക്കിയാലോ, ഇങ്ങനെയുള്ള ടെൻഡൻസിയൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതില്ലാതിരിക്കാൻ ഫോൺ കൺമുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ കൈ അതിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോണിനെ നമ്മൾ പഠിക്കുന്ന മുറിക്ക് പുറത്തോ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും ഒരു ബാഗിലോ അലമാരയിലോ കൊണ്ടുപോയി വയ്ക്കുക. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ടിപ്പാണ് ആപ്പ് ടൈമറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ്. അതായത് നമ്മുടെ ഏതൊരു ഫോണിലും എന്തുണ്ടായിരിക്കും എന്നറിയോ, ഡിജിറ്റൽ വെൽബീയിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാമിനും യൂട്യൂബിനും ദിവസേന 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈമർ സെറ്റ് ചെയ്യുക. ആ സമയം കഴിഞ്ഞിട്ടെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ആപ്പുകൾ തനിയെ ലോക്കാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എന്താണ്, ഈ 30 മിനിറ്റ് മാത്രമേ അതിൽ നമുക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തനിയെ ഓഫാവുന്ന സമയത്ത് നമ്മുടെ മൈൻഡും ഒന്ന് അലേർട്ടാവും. ഓക്കെ 30 മിനിറ്റ് കഴിഞ്ഞു, അപ്പോൾ ഇനി പഠിക്കാനിരിക്കാം, അത് ഓഫായല്ലോ, ആ ഒരു ഇത് വരും. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വയ്ക്കുക. 30 അല്ലെങ്കിൽ 1 മണിക്കൂറോ ജസ്റ്റ് 15 മിനിറ്റോ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനത്തിന് പ്രത്യേക സമയം, റീല് കാണാൻ പ്രത്യേക സമയം, അങ്ങനെയൊക്കെ വയ്ക്കുക. അതായത് ഇപ്പോൾ 2 മണിക്കൂർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 15 മിനിറ്റ് മാത്രമേ ഫോൺ യൂസ് ചെയ്യൂ എന്ന് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ ഫോൺ നോക്കലും 15 മിനിറ്റ് പഠിത്തമായിട്ട് മാറും. അപ്പോൾ അത് പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 15 മിനിറ്റ് മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡൊക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഇത്ര സമയം പഠിക്കുക, പിന്നെ ജസ്റ്റ് കുറച്ച് സമയം മാത്രം, ഒരു 15-10 മിനിറ്റ് മാത്രം ഫോൺ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക തന്നെ ചെയ്യണം. നേരത്തെ പറഞ്ഞ ടിപ്പിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. റൂമിന് പുറത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. അടുത്തത് ലാസ്റ്റത്തെ ഒന്ന് പറയാനുള്ളത് 5-മത്തെ ടിപ്പാണ് ഫോണിലെ പഠനവും ഇൻഫോടൈൻമെൻറ്റും വേർതിരിക്കുക. അതായത്
അപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണാം, പലരും അങ്ങനെ ക്ലാസ് കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫോൺ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് കാണുന്ന സമയം മാത്രം യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോണിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട്സ് അപ്പം തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ നോട്ട്സ് അപ്പം തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എഴുതിയെടുക്കുന്ന നോട്ട്സ് അല്ലെങ്കിൽ ക്ലാസ് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് പഠിക്കുമ്പോൾ അങ്ങനെ ആ നോട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ പഠിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടി ടൈം അത് ഉറച്ചിക്കും, നമ്മുടെ മൈൻഡിൽ നന്നായിട്ട് കയറും അത്. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ ശ്രമിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം ഒരു സർക്കാർ ജോലിയാണ്. അപ്പോൾ ഈ കുറച്ച് കാലത്തെ ഒരു ഫോൺ ഉപയോഗം നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് വരാനിരിക്കുന്നത് വലിയൊരു ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.